ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഗൈസ്, കുറേ ദിവസമായില്ലേ ഞാൻ ആടുകളിനെയും കൊണ്ട് വന്നിട്ട്. ഇന്ന് എൻ്റെ ആടിനെ ഞാൻ മേയ്ക്കാനും കൂടെ വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ കുറേശ്ശെ വെയിലൊക്കെ അടിക്കുന്നുണ്ട്, മഴ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എപ്പോഴും വിടുന്ന തൊടിയിലേക്ക് വിട്ടതാണ്. അപ്പോൾ എൻ്റെ സുന്ദരി മകളും കിടക്കണ കണ്ടോ, മകളല്ല മകൻ, രണ്ടാളും അവിടെ കിടക്കും കേട്ടോ. അവർക്ക് എന്തോ വയ്യായിക ഉണ്ട്, ഒരു ക്ഷീണം പോലെ. എന്താ വെയിൽ കായാൻ കിടക്കണമെന്നും തോന്നുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതാ ഇവിടെ ഇച്ചും കിടക്കുന്നുണ്ട്. ഇതാ ഇച്ചുവിന് പിന്നെ അവൾക്ക് വീണ്ടും ചെനയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെയാണ് കേട്ടോ. ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അതാണ് അവൾ അവിടെ ഇവിടെ ഇങ്ങനെ കിടക്കണത്. പിന്നെ ഇതാ എല്ലാവരെയും ഞാനിപ്പോൾ ഇങ്ങോട്ട് മേയ്ക്കാൻ വിട്ടൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്. ഒക്കേത്തിനും എന്തൊക്കെയോ ഒരു വയ്യായിക പോലെയൊക്കെ ഉണ്ട്. കാരണം ഇത്രയും ദിവസം കൂട്ടിലൊക്കെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിന്നതിൻ്റെയൊക്കെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത്. അവർക്ക് ഒന്ന് നടന്നാലൊക്കെ അല്ലേ, ആടുകളാകുമ്പോൾ നടക്കണമല്ലോ. അവർക്ക് നടന്ന് മേഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പെറുക്കി തിന്ന് നടന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, ഇതാ എൻ്റെ ആടിനെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ എന്തായാലും വെയിലില്ല, അപ്പോൾ ഞാൻ നേരത്തെ കൊണ്ടുവന്ന് ആടിനെ മേച്ചിട്ട് പോവാം. എന്നിട്ട് പോയിട്ടാണ് തുണികളൊക്കെ സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. പോയിട്ട് വേണം അത് തിരുമ്പാനൊക്കെ. വെയിലുള്ളുമ്പോൾ തിരുമ്പിയിട്ടാലാണ് ഉണങ്ങി കിട്ടുകയെന്ന് പറയാം. എൻ്റെ മെഷീനാണെങ്കിൽ കേടാണ്. അപ്പോൾ കയ്യിൽ തന്നെ തിരുമ്പണം സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇവരെ ഒന്ന് വയറ് നിറച്ചിട്ട് കൊണ്ടുപോയി നിർത്തിയിട്ട് തുണികൾ തിരുമ്പിയിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഫുള്ളും വെയിൽ കിട്ടിയാൽ ഭാഗ്യം, തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പോൾ ഗൈസ്, ഇതാ സുന്ദരി അവിടെ നിന്ന് നീറ്റു കേട്ടോ. ഇച്ചു അവിടെ തന്നെ കിടക്കുക തന്നെയാണ്. ഇതാണ്ടോ, അവൾക്ക് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. വെയിൽ കഴിയാം അവളും വല്ലാതെ നീറ്റു. ഇച്ചുവിൻ്റെ കുട്ടിയാണ് കേട്ടോ, അതവൻ മണിക്കുട്ടൻ. പിന്നെ ഇതാ ഇത് ഒരു പെൺകുട്ടിയാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. ഇവളും ഇവനും ഇച്ചുവിൻ്റെ കുട്ടികൾ. കരിമീൻ മക്കളും എന്താ അവിടെ മെയിനുണ്ട്. ഇതാ കരിമീൻ, അവളെ കുട്ടൻ. രണ്ട് ആൺകുട്ടികളാണല്ലോ അവൾക്ക്. അത് ഒരാൾ ബ്ലാക്കാണ്, ഒരാൾ വൈറ്റാണ്. അത് പിന്നെ റോസീൻ്റെ കുട്ടിയാണ് കേട്ടോ, ഒരു പെൺകുട്ടിയാണ്. അവളെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല തോന്നുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ അല്ലേ. അപ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞു കേട്ടോ അവൾക്ക്. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എനിക്കാണെങ്കിൽ ലോങ് വീഡിയോ ഒന്നും ഞാൻ അധികം ഇട്ടിട്ടില്ല, അധികം എന്നല്ല ഇടാറേ ഇല്ല. ഇപ്പോൾ ഇന്ന് കുറച്ച് 2-3 മിനിറ്റ് വീഡിയോ ഒക്കെ ആക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് കാണണം കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ കാണുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക മറക്കരുത്. വീണ്ടും പറയണേ, കമൻറ്റ് ചെയ്യുക. നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് ആ കമൻറ്റ് നിങ്ങളിതിലിടാം. അത് നല്ലതാണെങ്കിൽ നല്ലത് പറയുക, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് തന്നെ പറയണം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 2 പ്രാവശ്യം ഞാൻ വീണ്ടും പറയണം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.